ഹായ് ചങ്ങായിമാരെ, നമുക്കെല്ലാവർക്കും ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു ദുരന്തം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായി. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ എയർ ഇന്ത്യന്റെ വിമാനം അപകടത്തിൽപ്പെട്ടിട്ട് 241 പേര് മരണപ്പെട്ടു. ഒരു ആളാണ് ഇതിന് രക്ഷപ്പെട്ടത്. നമ്മുടെ മാധ്യമങ്ങളുടെ അവസ്ഥ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആ അപകടം നടക്കുമ്പോൾ നമ്മളെ ഒരു മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യന്റെ മനസ്സിലെന്താ ഉണ്ടാവും, ആർക്കൊന്നും പറ്റില്ലേന്ന്. പിന്നെ ആ അപകടം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ നല്ല പരിക്കും മരണവും നടന്നിട്ടുണ്ടാവും, നമുക്ക് ഉറപ്പുണ്ട്. എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാൾക്കൊന്നും പറ്റല്ലേ, അല്ലെങ്കിൽ ഒരാളെങ്കിലും രക്ഷപ്പെടണമെന്നല്ലേ പ്രാർത്ഥിക്കുക. പക്ഷെ നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ, നാം മറ്റുള്ള മാധ്യമങ്ങളെ പറഞ്ഞില്ല, കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഭയങ്കര സാക്ഷരതയും മനുഷ്യത്വവും ഉണ്ടംപൊരി ഉണ്ട് എന്ന് പറഞ്ഞ കേരളത്തിലെ മാധ്യമങ്ങൾ പല കാര്യങ്ങളും കൈകാര്യം ചെയ്തത് ഒരു ക്രിക്കറ്റിന്റെയോ ഫുട്ബോളിന്റെയോ കമന്ററി പോലെയാണ്. നമ്മളത് കണ്ടതാണ്. വയനാട് ഉരുൾപൊട്ടലിൽ തന്നെ മരണം പറയുമ്പോൾ കമന്ററി പറയും പോലെ പറയുന്ന ആൾക്കാരാണ്. പിന്നെ ഈ ഇപ്പോൾ ഉണ്ടായ ഇന്ത്യ പാക് യുദ്ധത്തിലുള്ള സംഭവങ്ങൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നടന്നതിനെയും കാട്ടി കൂടുതൽ ഇങ്ങനെ പൊലിപ്പിച്ച് പറയുക, അത്തരം കോപ്രായങ്ങൾ കണ്ട് മടുത്തതാണ് നമ്മൾ. പക്ഷെ ഇന്ന് നടന്ന അപകടത്തിൽ ഒരാളെങ്കിലും രക്ഷപ്പെടണം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്കുണ്ടല്ല, മരണസംഖ്യ കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമില്ല, ഇവർക്ക് ഇതാദ്യം എത്ര മരണം ഉണ്ടെങ്കിലും അതാദ്യം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വീമ്പ് പറച്ചിലുണ്ടല്ലോ, ഒരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം. അത് ഇന്ന് ഞാൻ കണ്ടു. അത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു കേരളത്തിന് തന്നെ ഏറ്റവും പ്രമുഖമായ ഏറ്റവും പഴക്കമുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചുതരാം, ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. രാജ്യത്ത് നടുക്കി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വൻ വിമാന ദുരന്തം. വിമാനത്തിൽ ഉണ്ടായിരുന്ന 242 പേരും മരിച്ചു. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1:38 പറന്നുയർന്ന് 5 മിനിറ്റിനകം വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാറുമുണ്ട്. സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീണ് 5 മെഡിക്കൽ വിദ്യാർത്ഥികളും മരിച്ചു. ഏഷ്യാനെറ്റ് ആ വിമാനത്തിലുണ്ടായി 242 ആളെയും കൊന്നു, ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. ബ്രേക്കിംഗ് ന്യൂസ് ആദ്യം പറഞ്ഞത് ഏഷ്യാനെറ്റ്, കേരളത്തിൽ ഇത് ആദ്യം എത്തിച്ചത് ഏഷ്യാനെറ്റ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് 24 ന്യൂസ് കാണിച്ചിരും, അതൊന്ന് കണ്ടുനോക്കാം. ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ അപകടത്തിന് ശേഷം രമേശ് വിശ്വാസ് കുമാർ എന്ന ആ യാത്രക്കാരൻ എമർജൻസി എക്സിറ്റ് വഴി പുറത്തിറങ്ങി നടന്ന് പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം എന്തോ പറയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എന്തോ പറയുന്നത് PCR ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഓഡിയോ ഒന്ന് അപ്പ് ചെയ്താൽ അത് കേൾക്കാമായിരുന്നു. ഇല്ല, അവ്യക്തമായി ചില കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം വളരെ അവ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നവരാണെന്ന് തോന്നുന്നു, അവരെയും നമുക്ക് കാണാം. ഏതായാലും രമേശ് വിശ്വാസ് കുമാർ ആരോഗ്യവാനാണ്, കാര്യമായ പ്രശ്നങ്ങളില്ല. അദ്ദേഹത്തിന് മുഖത്ത് പരിക്കുകളുണ്ട്. ആ മുഖത്തേറ്റ പരിക്കാണ് നമ്മൾ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ തേടിയ സമയത്ത് കാണുന്നത്. എമർജൻസി എക്സിറ്റ് വഴിയാണ് അദ്ദേഹം പുറത്ത് കടന്നത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ചില കാര്യങ്ങൾ, ഒരാളെ രക്ഷപ്പെട്ടു, ഒരാളെങ്കിലും രക്ഷപ്പെടില്ല. ഇത്രമാത്രം ഒരു വലിയ വാർത്തയാണ്. ഇത്രയും വലിയൊരു അപകടം നടത്തിട്ട് ഒരാളെ രക്ഷപ്പെട്ടു. പക്ഷെ ഏഷ്യാനെറ്റ് 242 ആളെയും കൊന്നു. ഇതാണ് കേരളത്തിലെ പല മാധ്യമങ്ങളുടെയും അവസ്ഥ. ഏറ്റവും ആദ്യം നമ്മളാണ് വാർത്ത എത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പച്ചക്കള്ളമാണ് ഇവരെത്തിക്കുക. എന്നിട്ട് ഇത് കുറച്ചു കഴിഞ്ഞ് തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും ഒരു മാപ്പോ ഒരു ക്ഷമയോ ഈ വാർത്ത യൂട്യൂബിൽ നിന്ന് പിൻവലിക്കലോ ഒന്നുമില്ല. അത് അവിടെ കിടക്കുന്ന തന്നെ ഉണ്ടാവും. കാരണം അതിൽ ആൾക്കാർ തെറി വിളിച്ചാലും ഇവർക്ക് അത് റീച്ച് ഉണ്ടല്ല, റീച്ച് കൂടുമ്പോ പൈസ കിട്ടുമല്ലോ. അതാണ് അത്രയും വൃത്തികെട്ട നിലവാരമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ. ഇതിൽ ഞാൻ ഏഷ്യാനെറ്റിനെ മാത്രമായിട്ട് കുറ്റം പറയുന്നില്ല കേട്ടാ. കേരളത്തിലെ എല്ലാ ചാനലുകളും പല സമയങ്ങളിലായിട്ട് ഇതുപോലുള്ള ദുരന്തങ്ങളായിന്, ദുരന്തം പറഞ്ഞിട്ട് ദുരന്തങ്ങളായിന്, ദുരന്തങ്ങളെ വിറ്റ് ജീവിച്ചിട്ട് ദുരന്തങ്ങളായിന്. എന്റെ നാട്ടിൽ നടന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ചു കാലം മുന്നേ ഒരു പെൺകുട്ടീനെ അവളുടെ കാമുകന് വെടിവെച്ച് കൊന്നൊരു കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പെൺകുട്ടിന്റെ വീട് എന്റെ വീടിന്റെ അടുത്താണ്. ആ വാർത്ത ആ പെൺകുട്ടിയുടെ അമ്മ അറിഞ്ഞത്, ലൈവായിട്ട് അറിഞ്ഞത് ഈ മാധ്യമങ്ങളിൽ നിന്നാണ്. ആ അമ്മ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ മകള് മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുന്നത്. ഷോക്കായി പോയി. ആ ട്രോമയിൽ നിന്ന് ആ അമ്മ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മരണപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞതല്ല, ആ പെട്ടെന്ന് ആ ടിവിയിൽ നിങ്ങൾ ആലോചിക്കട്ടെ, എന്തായിരിക്കും ആ സ്ത്രീയുടെ ആ അമ്മയുടെ അവസ്ഥ. മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ജനങ്ങളുടെ മുന്നിൽ ഞാനാണ് ഫസ്റ്റ് എത്തിച്ചെന്ന് അറിയിക്കണം, അത്രയേ ഉള്ളൂ. ആ വാർത്ത ആ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അവർക്ക് ആവശ്യമില്ല. നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ നാട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ, ഒരു ആക്സിഡന്റ് മരണമാണെങ്കിൽ അവരെ വീട്ടിൽ അറിയിക്കാതിരിക്കാനാണ് നമ്മൾ നോക്കുക. അവസാന ഘട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പോയിട്ട്, അത്രയും അടുപ്പുള്ള ഒരാൾ പോയിട്ട് വളരെ സാവധാനത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്യുക, ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മാധ്യമങ്ങൾക്ക് അതൊന്നും വിഷയമില്ല. അവരുടെ വാർത്ത നമ്മുടെ ചാനലാണ്, ഏറ്റവും മുന്നേ ഈ വാർത്ത അവിടെ കൊണ്ടെത്തിച്ചെന്നുള്ളത് അറിയിക്കണം.
ഇത്രമാത്രം ദുരന്തങ്ങളാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ. എന്നാ പിന്നെ ശരി, എല്ലാവർക്കും സുലാൻ.